ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നമ്മുടെ പിടിപോയ ചായ പാത്രത്തിലുള്ള ചായ വെപ്പായിരുന്നു ഇന്ന്. അപ്പോൾ യൂട്യൂബിൻ്റെ വർക്കും കൂടി ഉള്ള ഒരു ദിവസമാണ്. രാവിലെ കുറച്ച് എഡിറ്റിങ്ങും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. ഇന്നലെ ഉറക്കം വന്നിട്ട് വേഗം കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓടി വന്ന് ചായ വെച്ച് ആ ചോറൊന്ന് വാർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 6 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്നത്. അപ്പോൾ ആ പയർ കുക്കറിലിട്ട് ഒറ്റയടി അടിച്ച് അപ്പം തന്നെ തുറന്നാൽ നമ്മുടെ പയറിന് കുഴപ്പമുണ്ടാവില്ല. മോരുകറിയാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കുമ്പളങ്ങി അതൊരിത്തിരി ഉപ്പ് ഇട്ട് കണ്ടിട്ട് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് ഒരടി അടിക്കാൻ വെച്ചേക്കാം. ഒരടി തന്നെ മതി കേട്ടോ. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി നന്നായി ചതച്ചിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ കുത്തിപ്പൊടിച്ച മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചാൽ പയറിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ വേവിക്കാൻ അറിയാത്തവർ ആ പരിപാടിക്ക് പോകണ്ട. നേരിട്ട് പയർ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് അങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങാട്ട് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ വേവിച്ചതാകുമ്പോൾ പിന്നെ അതിലേക്ക് ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ അതിലെന്തായാലും ഇത്തിരി വെള്ളം ഉണ്ടാവുമല്ലോ, ഹൈ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വറ്റിച്ചെടുക്കുക വേണ്ട. കൂട്ടുകാർക്ക് മനസ്സിലായാ പോലെ ഞാൻ പറയണത് എന്തെങ്കിലും ആവട്ടെ, ഷോർട്ട് വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു ഇടാം കേട്ടോ. ഇതെന്തായാലും ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ഞാൻ ചേട്ടനാണ് ഈ ഉള്ളി ചതച്ചതും മുളക് ചതച്ചതും ഒക്കെ ചേട്ടനാണ് കേട്ടോ. അതുപോലെ കുമ്പളങ്ങി അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരം ഞാനവിടെ എഡിറ്റിംഗ് ചെയ്യണ കാരണം കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. പിന്നെ ചേട്ടൻ നമ്മളെ സഹായിച്ചാലത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അടുക്കള നിറയെ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. ഒതുക്കി വയ്ക്കുക വെച്ചാൽ ഓരോന്നിനും ഓരോരോ പാത്രങ്ങൾ എടുക്കും. ആ പാത്രം വെച്ചത് അവിടെ തന്നെ വയ്ക്കുക, അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അടുക്കള നിറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആ ഉള്ളി ഒന്ന് ചതച്ച് തന്ന് കുമ്പളങ്ങി ഒന്ന് അരിഞ്ഞ് തന്നതിന് അടുക്കള നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ആദ്യം വൃത്തിയാക്കുക. അപ്പോൾ എന്തായാലും പയർ ഇനിയിപ്പോൾ ശ്രീകൂട്ടം വന്നാലും ഫുഡ് കഴിക്കാമല്ലോ, അത് കാരണം കൊണ്ട് സമാധാനമായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല എന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള ദിവസമാണ്. യൂട്യൂബിൻ്റെ കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതാ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഓരോ കാര്യത്തിന് എടുത്ത പാത്രങ്ങൾ ചിലപ്പോൾ ഒരു വെള്ളം എടുക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ വേഗം വേഗം വെറുതെ ഒന്ന് കഴുകിയിട്ട് വേഗം കൊണ്ട് കമഴ്ത്തി വെച്ചു. പിന്നെ എടുത്ത പാത്രങ്ങളും ചേട്ടൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചായ ഉണ്ടാക്കി വെച്ചത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് ചോദിച്ചതാണ്. പിന്നെ അത് ഓരോന്നും എടുത്തെടുത്ത് അതാതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് അവിടെ നിന്നൊന്ന് വർക്ക് ചെയ്യാനായിട്ട് ഒരു എളുപ്പം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ട് കുമ്പളങ്ങി അരിഞ്ഞ് അതിൻ്റെ പകുതി വിരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. വറ്റൽമുളക് എടുത്ത കുപ്പി, അതേപോലെ എന്തിനു പറയണ എല്ലാ പാത്രങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്താ പയർ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് മുളകൊക്കെ അതിലേക്ക് പിടിച്ചു. ഇനി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂട് ചോറ് കൂട്ട് ഈ പയർ ഉപ്പേരി മാത്രം മതി. ഉപ്പേരി എന്ന് തൃശ്ശൂർ ഭാഷയിൽ പറയുന്നത് കേട്ടോ. മെഴുക്ക് പുരട്ടിയാണ് ശരിക്കും ഇത്. തൃശ്ശൂർ ഇതിനെ ഉപ്പേരി, പയർ ഉപ്പേരി, കായ ഉപ്പേരി അങ്ങനെയൊക്കെയാണ് പറയുക കേട്ടോ. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ചോറ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ മീൻ ചട്ടി ഉണ്ടായിരുന്നു, അതിലൊരു കഷ്ണം മീനുണ്ടായിരുന്നു. ഒരു ഇത്തിരിയെങ്കിലും മീൻ ചേർത്തില്ലെങ്കിൽ അവരത് കഴിക്കില്ല കേട്ടോ. മീനിൻ്റെ ചാറ് തന്നെ ഒഴിച്ചാലൊന്നും കഴിക്കില്ല. ഒരു ഇത്തിരിയെങ്കിലും മീൻ പൊടിച്ചു കൂട്ടിയിടണം. അപ്പോഴേക്കും ശ്രീകുട്ടൻ ഫുഡ് കഴിക്കാൻ വന്നു. അവൻ തന്നെ വിളമ്പിയൊക്കെ കഴിച്ചോളും. വിളമ്പി കൊടുത്താലൊക്കെ സന്തോഷമൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഈ യൂട്യൂബും കൂടിയും ജോലിയും എല്ലാതും കൂടിയാകുമ്പോൾ വല്ലാണ്ട് എന്താ പറയുക, കൈക്കുമ്പിളിൽ വെച്ച് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അത് കാരണം കൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലൊന്നും നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മുടെ മക്കൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്. അപ്പോൾ അതാ ഒരു മിക്സിയിലേക്ക് കുറച്ച് നാളികേരം എടുത്ത് കുറച്ച് ചുവന്നുള്ളിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഇത്തിരി ജീരകം നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്തണം കേട്ടോ. വെച്ചാൽ എല്ലാവർക്കും ജീരകം ഇഷ്ടമുണ്ടാവില്ല. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ഒരു ഫ്ലേവറിന് മതി. കുമ്പളങ്ങി ഇട്ട് വയ്ക്കുമ്പോൾ കൂടുതൽ പച്ചമുളകാണ് കേട്ടോ ചേർക്കുക. പിന്നെ ഞാൻ തൈര് ഇതിൽ തന്നെ ഒഴിച്ചിങ്ങാട്ട് അരയ്ക്കുള്ളൂ. സെപ്പറേറ്റ് അടിച്ചെടുക്കാനൊന്നും നിൽക്കില്ല, ടൈം കളയാൻ ഞാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ പിന്നെ തൈര് എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് പുളിക്ക് അനുസരിച്ച്. നല്ല പുളി ഉണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ഒഴിച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നോക്കാം. ഒരു എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ കുമ്പളങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മോര് കറിക്ക് മഞ്ഞ കളറില്ലെങ്കിൽ എന്ത് രസമല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ മഞ്ഞൾ എന്തോ ഒരു ഗ്രീൻ കളർ പോലെ കറി വരിക കേട്ടോ. കടയിലൊന്നും ആരും കൊണ്ടുവരുന്ന മോര് കറിക്ക് ഈ ഒരു കളറല്ല എൻ്റെ. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, വാങ്ങിക്കണ മഞ്ഞപ്പൊടിയിലാണോ എന്താണെന്നറിയില്ല, ഒരു ഗ്രീൻ യെല്ലോ കളറാണ് എൻ്റെ മോര് കറിക്ക് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തളിച്ചാൽ സംഗതി ഉഷാർ കഴിഞ്ഞു കേട്ടോ. ഇത്രയുള്ള പരിപാടി മോര് കറി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ
വേസ്റ്റൊക്കെ ഇപ്പോൾ അങ്ങോട്ട് എറിയലില്ല എന്ന് പറയില്ല. അവിടെ ഒരു പാത്രം വെച്ചിട്ട് അപ്പോൾ അതിൽ വേസ്റ്റ് വേഗം അങ്ങോട്ട് അവിടെ കൊണ്ടിട്ട് ആ കാക്കകളൊക്കെ അത് കഴിച്ചോളും. ഈ നേരത്തെ വെച്ചാൽ അവർ എന്താ വേസ്റ്റ് ഉള്ളതെന്ന് നോക്കി അവിടെ ഇരിപ്പുണ്ടാവും കേട്ടോ. ഒരു 10-15 കാക്ക വരും. അപ്പോൾ അത് വേഗം കൂടെ കൊണ്ടിട്ട് അപ്പോഴേക്കും മോരൊക്കെ തിളച്ചു കേട്ടോ. തിളച്ച് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ഒന്ന് തുടച്ചെടുത്തു നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ. അപ്പോൾ ഇന്ന് ഇത്രയും പണികൾ ഇഷ്ടം പോലെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒഴിവില്ലാത്ത കാരണം ഞാൻ അത്ര എടുത്തുള്ളൂ. നമ്മുടെ എഡിറ്റിങ് ഇനി ഒരു ഷോർട്ട് വീഡിയോ കൂടി എഡിറ്റ് ചെയ്യാൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഓടിപ്പോയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിനിടയ്ക്ക് പിള്ളേരൊക്കെ പോകുമ്പോൾ ചോറ് പകർത്തി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വേഗം അത് നിർത്തി വെച്ച് ഇങ്ങോട്ട് വന്നത് കേട്ടോ. മോര് കറി ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. ശ്രീകുട്ടൻ്റെ ചോറ് പകർത്തലും ചേട്ടൻ്റെ ചോറ് പകർത്തലൊക്കെ കഴിഞ്ഞു. അവർ 7 മണിക്ക് തന്നെ പോകട്ടോ. അപ്പോൾ ആ നേരത്ത് തിക്കും തിരക്ക് തന്നെയായിരുന്നു. അത് പിടിക്കാനൊന്നും നിന്നില്ല. അത് പിന്നെ ഇനി ആദ്യത്തിന് എനിക്കും ചോറ് പകർത്താനുള്ളതാണ്. പിന്നെ അപ്പം ഞാൻ വെച്ച് പാത്രങ്ങളിൽ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന്. പിന്നെ അതാ എനിക്കുള്ള ചോറും ആദ്യത്തിനുള്ള ചോറും ഒക്കെ പകർത്താണ്. അപ്പോൾ അതാ 2-3 കുഞ്ഞു പാത്രത്തിലൊക്കെ ആക്കി അങ്ങനെ. അച്ചാറുണ്ട്. അച്ചാറെന്നാലും ഞാൻ ആദ്യത്തിന് പരമാവധി ആക്കി കൊടുക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ അവന് എരിവ് കഴിക്കൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അച്ചാർ മിക്കവാറും ഞാൻ ഒളിച്ചൊക്കെ വയ്ക്കുള്ള കറികൾ കുറവാണെങ്കിൽ മാത്രമാണ് അവൻ്റെ കൺമുന്നിലേക്ക് അച്ചാറൊക്കെ കാണിച്ച് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അവൻ അച്ചാർ തന്നെ ചോറൊക്കെ ഉണ്ണും, അച്ചാർ കൊടുക്കും. പക്ഷെ അച്ചാർ ഭയങ്കരമായിട്ട് കഴിക്കും. അപ്പോൾ ഇനി വയ്യാണ്ടാവണ്ട വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കില്ല. അപ്പോൾ ഇൻസൈഡ് വേണ്ടേ? ഇൻസൈഡ് വേണ്ട. പാൻറ് ഇട്ടിട്ടില്ല അല്ലേ? അപ്പം എന്ത് ചെയ്യാ പാൻറ്? ആൺപിള്ളേരെ കൈയിട്ട് ഷർട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ആദ്യത്തെയും പോയോടും ഞാൻ രാവിലത്തെ ഷൂട്ടിങ് നിർത്തി. അപ്പോൾ അവന് യൂണിഫോം പുതിയത് കിട്ടിയതാണ്. പാൻറ് റെഡി ആയിട്ടില്ല. പാൻറ് വീണ്ടും കൊണ്ടുപോയി റെഡിയാക്കണം. എന്താ പറയുക, ആകെ ലൂസാണ് കേട്ടോ കുട്ടിക്ക്. അപ്പോൾ ഷർട്ട് മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ. പാൻറ് സാധാരണ പാൻറ്റാണ്. അവർ മണം പിടിക്കുന്ന എന്തായാലും കഴിഞ്ഞാലും ഇപ്പോൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. പിള്ളേരോട് വർത്താനം പറയണ പോലെ തന്നെ അവരോടും ഞാൻ വർത്താനം പറയും കേട്ടോ. ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ആ കുഞ്ഞിപ്പൂച്ച ഇങ്ങനെ അരിച്ചരിച്ച് നടന്നുകൊണ്ടിരിക്കും. ആ അമ്മപ്പൂച്ചയുടെ അടുത്ത ചുറ്റത്തിലുള്ള പൂച്ചകൾ ഈ കുഞ്ഞു പൂച്ചയേറ്റും വലുതായി കേട്ടോ. ഇതാ വലുതാവണില്ല. ഇതിൻ്റെ അമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ. അധികം പൂച്ചയുടെ വിശേഷങ്ങൾ പറയണില്ല. എന്നുവെച്ചാൽ ചിലവർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചോറ് ഇത്തിരി പോരായികയുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 2 നേരം ചോറ് തന്നെ അല്ലായിരുന്നു. ആ 3-ാമത്തെ നേരവും ചോറായ ഒരു സുഖമില്ല. അപ്പം ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. സാധാ ഗോതമ്പ് ദോശയല്ല കേട്ടോ, ഇത്തിരി സ്പെഷ്യലായിട്ടുള്ളതാണ്. അപ്പോൾ അതാ നമ്മുടെ ആട്ടപ്പൊടി റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ് ഇരിപ്പുണ്ടായിരുന്നത്. അത് ആകുമ്പോൾ ഞാൻ എപ്പോഴും അരിച്ചിട്ടെടുക്കും കേട്ടോ. അതിൽ ഉമ്മി പോലെ ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിൾ രീതിയിലുള്ള തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടാവണേറ്റ് മുന്നേ തന്നെ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കും. നല്ല മുളക് പൊടി ആണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മതി. കാശ്മീരി ആണെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ ഇടാം കേട്ടോ. എന്നിട്ട് ഇനി തീ കത്തിച്ച് കൊടുത്ത് നന്നായിട്ട് ഈ മുളക് നന്നായിട്ട് മൂക്കണം കേട്ടോ. അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഈ മുളക് ടേസ്റ്റ് കുറഞ്ഞാൽ മൊരിച്ചിൽ കുറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോയിട്ടാ. അപ്പോൾ അതാ ഒരു കുട്ടി കമൻറ്റ് ഇട്ടും കണ്ടു. റിപ്ലൈ കൊടുത്തിട്ടില്ല കുട്ടിക്ക് ഞാൻ. ചേച്ചി കുറേ പൊടികളൊക്കെ വാരിയിട്ട് കറി വയ്ക്കുന്ന പോലെ ഞാനും വെച്ച് നോക്കിയിട്ട് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല എന്ന്. ചേച്ചി കൈപുണ്യം ഉണ്ടായിരിക്കുന്നു. കൈപുണ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാനും പണ്ടൊക്കെ വിചാരിച്ചായിരുന്നു അവരുണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റാണ്, എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും, അവർക്ക് കൈപുണ്യമാണ്, ദൈവം കൊടുത്ത കഴിവാണ്. ദൈവം കൊടുത്ത കഴിവ് മാത്രമല്ല കേട്ടോ, നമ്മൾ എന്താ പറയുക, കുറേ നാൾ ഞാനായാലും ആദ്യം ഉണ്ടാക്കണതൊക്കെ ഇഷ്ടംപോലെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ സ്മെല്ലടിക്കുമ്പോൾ തന്നെ അറിയാം കറിയിലെ അതിൽ പുളിയാണോ ഉപ്പാണോ എരിവാണോ കുറവ് കൂടുതൽ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ തുടക്കക്കാർക്ക് അതെന്തായാലും അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും നമുക്കറിയാം. അപ്പോൾ നമുക്ക് അതിലെന്താണോ പോരായുള്ളത് അതും കൂടി അതിലിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ കറി നല്ല ടേസ്റ്റായി മാറുകയാണ്. അപ്പോൾ പുതിയതായി വരുന്ന കുട്ടികൾക്ക് ഇതൊന്നും കഴിച്ചു നോക്കിയാൽ തന്നെ അതിലെന്താണ് കുറവെന്നുള്ളത് അവർക്ക് മനസ്സിലാവണുണ്ടാവില്ല. തുടക്കക്കാരല്ലേ, അത് എന്ത് ജോലിയായാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് തുടക്കക്കാരാണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അതിനിടയ്ക്ക് ഉള്ളി സവോളയ്ക്ക് ഇട്ട് അതിലേക്ക് പച്ചമുളക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്നും ഞാടില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ആദ്യം വയ്ക്കും. തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കും കേട്ടോ. അതൊന്ന് വഴണ്ട് കിട്ടണം, വല്ലാണ്ട് വഴലണ്ട.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് തുടക്കക്കാരെന്ന് വീണാസ് കറി വേൾഡ് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. തുടക്കക്കാർ പാചകം പഠിക്കണവർക്ക് കേട്ടോ നല്ല കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു തരുന്ന ഒരു ചാനലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ സ്ഥിരം കാണാറുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ അങ്ങനെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഗോതമ്പ് പൊടിയിലേക്ക് ഒരു പകുതി സവോളയും പിന്നെ കുറച്ച് നാളികേരവും ഉപ്പും കൂടിയിട്ടിട്ട് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ നാളികേരത്തിന് ഈ സവോളയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഗോതമ്പ് ദോശ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയുള്ളൂ. പിന്നെ ഗോതമ്പ് ദോശയുടെ ഒരു പ്രത്യേകത അറിയാലോ, അത് ചൂടോടെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് വഴണ്ട് കിട്ടുക വേണ്ടോ, വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് അത് ഓഫ് ചെയ്യാം കേട്ടോ. അധിക സമയമൊന്നും വേണ്ടി വരില്ല. അത് ഇനി ചൂടാറിയിട്ട് വേണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിത് ഈ ഗോതമ്പ് അരയ്ക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. 2 ഗ്ലാസ്സൊക്കെ വെള്ളം വേണ്ടി വന്നു ആ ഒരു ഗോതമ്പ് പൊടിയിലേക്ക്. അപ്പോൾ അത് വല്ലാണ്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ഒന്നാക്കണ്ട കേട്ടോ. ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം കേട്ടോ നമ്മൾ എപ്പോഴും ഇതിനരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ഗോതമ്പ് വെള്ളത്തിലിട്ടിട്ട് അരച്ച് ഇങ്ങനെ തന്നെ നമ്മൾ അരി അരക്കില്ല, അതേപോലെ തന്നെ അരച്ചിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഉഴുന്നും ഇതൊക്കെ കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് ഞാൻ ഇതുവരെയും കാണിച്ചിട്ടില്ല അല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ കാണിക്കേണ്ട ഓർമ്മ കിട്ടുമ്പോൾ. ഞാനിങ്ങനെ ആലോചിച്ച് എനിക്ക് എളുപ്പമുള്ളത് എന്തിട്ടാന്ന് ആലോചിച്ചിട്ടാണ് കൂടുതൽ റെസിപ്പികൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്തിടാം. അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് ആ ഒരു ദോശത്തട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്തു കൂട്ടാം. ഞാനത് ആ മിക്സിയിൽ നിന്നൊന്നും മാറ്റില്ല, എളുപ്പത്തിന് വേണ്ടി ആ മിക്സിയിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ചൂടാവുമ്പോൾ ഇതേപോലെ പരത്തി കൊടുക്കുക. നന്നായിട്ട് കനം കുറച്ചങ്ങോട്ട് പരത്തി കൊടുത്ത് പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ബട്ടറോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് മറിച്ച് തിരിച്ചിട്ട് നന്നായിട്ട് മൊരിച്ച് കൊടുക്കാം. നന്നായിട്ട് മൊരിയണം എന്നുള്ളവർക്ക് മൊരിച്ചെടുക്കാം കേട്ടോ, അല്ലാത്തവർക്ക് മൊരിച്ചെടുക്കണമെന്നൊന്നുമില്ല. ആദ്യം എന്താ നമ്മുടെ തക്കാളി ചട്നി ഉണ്ടാക്കണതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ ആദ്യം വന്ന് വിശക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം ഞാൻ മൂടി വെച്ച് ഉണ്ടാക്കി. എന്നിട്ട് വേഗം അവനും തന്നെ കൊടുത്തു കേട്ടോ. അവനത് കഴിച്ചു. തക്കാളി ചട്നി അടിക്കണേറ്റ് മുന്നേ തന്നെ അവനത് ആദ്യം ഒത്തിരി എടുത്തിട്ട് പോയി കഴിച്ചു. പിന്നെ അടിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും 2-3 എണ്ണമൊക്കെ എടുത്ത് കഴിച്ചു. വിശപ്പ് മാറ്റി പോയി കേട്ടോ. ആദ്യത്തേന് അങ്ങനെ ചോറ് വലിയ ഇഷ്ടമില്ല. അപ്പം ഞാനിത് ഉണ്ടാക്കണമെന്ന് കണ്ട വഴി ഓടി വന്ന് കഴിച്ചതാണ്. അതേപോലെ തന്നെ ശ്രീകുട്ടനും വന്ന് കഴിച്ചു. പിന്നെ ചേട്ടൻ എത്തിയിട്ടില്ല. എനിക്ക് വേഗം അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എഡിറ്റിങ്ങിന് പോകാനായിട്ട്. അത് കാരണം കൊണ്ട് തന്നെ ചേട്ടൻ വരുന്നത് കാത്ത് നിൽക്കാനൊന്നും നിന്നില്ല കേട്ടോ. ചില ദിവസം വൈകുന്നേരം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാറുണ്ട്, എന്നാൽ ചില ദിവസം പറ്റാറില്ല. സൺഡേയിലാണ് കൂടുതൽ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും തല്ലുപിടിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്, കമൻറ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ഓക്കെ.